പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 91 സങ്കീർത്തനം അതിന്റെ 13 വാക്യം. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസവും നാം ഈ ദൈവവചന ഭാഗത്തുനിന്ന് അല്പമായി ദൈവവചനം ചിന്തിച്ചു. ഇന്ന് ചെറിയ ചിന്തകൾ കൂടി ആ ഭാഗത്തുനിന്ന് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വചനത്തിനകത്ത് 2 വാക്തത്വങ്ങളെ ദൈവം നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൽ ഒന്നാമത്തെ വാക്തത്വമാണ് നീ ചവിട്ടും എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ സിംഹത്തിന്മേലാണ് നീ ചവിട്ടും. രണ്ടാമത്തെ വാക്തത്വമാണ് നീ മെതിച്ചു കളയും. എന്ന് പറഞ്ഞാൽ ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും. ഈ 2 വാക്തത്വങ്ങളും ദൈവമക്കൾക്ക് ദൈവം നൽകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലെയും ജീവിത സാഹചര്യത്തിൽ അഥവാ ഈ മരുഭൂ പ്രയാണത്തിൽ എതിരുകളും എതിർപ്പുകളും വെല്ലുവിളികളും ഏറെ ഉണ്ട് എന്നുള്ളത് തിരുവഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ സിംഹവും അണലിയും ബാലസിംഹവും പെരുമ്പാമ്പും പോലെയുള്ള ശത്രു സൈന്യം നമ്മുടെ ആത്മജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവം നമുക്ക് നൽകുന്ന വാക്തത്വമാണ് നീ അതിനെ ചവിട്ടും, നീ അതിനെ മെതിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് പറയുന്ന ദൂത്, ഈ ഉലകത്തിൽ നീ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ തീരുമാനിച്ച് നിന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ ലോകശക്തികൾ ഒന്നടങ്കം നിനക്ക് നേരെ എഴുന്നേറ്റാരും നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിതം യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ പരാജയപ്പെടുത്താൻ ആർക്ക് കഴിയത്തില്ല. ശത്രു സൈന്യത്തെ നീ ചവിട്ടി അതിന്റെ തലയെ നീ മെതിച്ചു കളയും, രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയുന്ന. അപ്പൊ സിംഹത്തെ അണലിന്മേലും നമ്മൾ ചവിട്ടി മെതിക്കുമ്പോൾ ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ചവിട്ടിയാലും ശരി മെതിച്ചു കളഞ്ഞാലും ശരി ദൈവം തന്നെയാണ് ഇവയെല്ലാം നമ്മുടെ കാലുകൾക്ക് കീഴ്പ്പെടുത്തി തരുന്നത്. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ ബലം കൊണ്ടോ ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. ആമേലെ സിംഹത്തെയും അണലിയെയും ചവിട്ടുവാനുള്ള ബലം തരുന്നതും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുവാനുള്ള കൃപ നൽകുന്നതും നമ്മുടെ കാലുകൾക്ക് ശക്തി പകരുന്നതും ദൈവം തന്നെയാ. ഹല്ലേലൂയ. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവത്തിന്റെ ബദലി ലോകത്തിൽ ഒരിക്കലും പരാജിതരായി മാറാതിരിക്കാൻ, പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം സദാസമയം നമ്മെ അനർത്ഥങ്ങളിൽ നിന്ന് വിടിവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ, അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതെ കർത്താവേ, നീ എന്റെ കുടുംബത്തെ, എന്റെ തലമുറയെ, എന്റെ ജീവിതത്തെ, എന്റെ ഭർത്താവിനെ, എന്റെ മാതാവിനെ, എന്റെ പിതാവിനെ, എന്റെ സഹോദരങ്ങളെ ആമയൊക്കെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രതിസന്ധികൾ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതെ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജീവിതം തുടങ്ങുന്ന കാലം തൊട്ട് നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നിടം വരെ, ഒന്നിൽ മരണം കൊണ്ട് അവസാനിക്കുന്നിടം വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവാണ് സംഭവിക്കുന്നത് എങ്കിൽ ഈ മേഖലകളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ വെല്ലുവിളികൾ ഉണ്ടെന്ന് രക്തം ചെയ്യും. നമുക്കറിയാം, നമുക്ക് മുമ്പേ കടന്നുപോയ അനവധി ഭക്തന്മാർ അനവധി വെല്ലുവിളികളെ നേരിട്ടവരാ. രക്തം ചെയ്യും. ആദിമസഭ കടന്നുപോയ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് സഹിക്കാനാവാത്തതാണ്. അപ്പോസ്തലന്മാർ കടന്നുപോയ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് പോലും അതിനകത്ത് ഒതുങ്ങത്തില്ല. കാരണം അത്രമാത്രം പ്രതികൂല സാഹചര്യങ്ങളിലാണ് അവർ കർത്താവിന്റെ നാമത്തെ ഉയർത്തിയത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദാവേ, യേശു കർത്താവിന്റെ നാമത്തെ നീ ഉയർത്തുമ്പോൾ 4 ഭാഗത്തുനിന്നും ശത്രു സൈന്യം നിനക്കെതിരെ കടന്നു വന്നാലും നീ ഭയപ്പെട്ടു പോകരുതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാ വിധത്തിലുള്ള ശത്രു സൈന്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി എഴുതേക്കും. കാരണം ഈ ലോകത്തിൽ ഒരു മദ്യപാനിക്ക്, ഒരു വെറുക്കൂത്ത് ജീവിക്കുന്ന, ഒരു അശ്ലീല ജീവിതത്തിൽ നയിക്കുന്നവന്
ഇവിടുത്തെ ചൂതാട്ടങ്ങളിൽ ജീവിക്കുന്നവർ, ഇവിടുത്തെ ദുരാത്മാവിന്റെ പ്രേരണ നടക്കുന്ന സാത്താനെ ആരാധന കടന്നു പോകുന്നവർക്ക്, ഈ ലോകത്തിലെ അഴിമതിക്കാർക്കും കരിഞ്ചന്തക്കാർക്കും പുകഴ്ത്തിവെപ്പുകാർക്കും പിടിച്ചുപറിക്കാർക്കും പെൺവാണിഭക്കാർക്കും ഭൂമാവികൾക്കും ബ്ലേഡ് മാഫികൾക്കും ഒന്നും പ്രശ്നങ്ങളിൽ നമ്മൾ തിരിച്ചറിയണം. ഇവിടുത്തെ അബ്ഗാനികളായിരുന്നാൽ, ഇവിടുത്തെ മൈക്രോലോബികളായിരുന്നാൽ അവരെല്ലാം സുഖലോലുപ ജീവിതം നയിക്കുന്നവരാണ്. അധികാര കസേരയിൽ ഇരിക്കുന്നവരെല്ലാം അധികാരത്തിന്റെ ഭ്രാന്തമൂത്ത് അവർക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുന്നവരാ. മനുഷ്യന്റെ ന്യായത്തെ മറിച്ചു കളയുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ദൈവമക്കൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ അവർക്കെല്ലാത്തിനും പ്രതികൂലമാണ്. ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്കൊരു പ്രശ്നമില്ല, ലോകക്കാരെ പോലെ ജീവിച്ച ഒരു പ്രശ്നമില്ല. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ആത്മരക്ഷകനായി പ്രാപിച്ചു കഴിയുമ്പോൾ, കർത്താവിനെ നമ്മൾ വീണ്ടെടുപ്പുകാരനായി സ്വീകരിച്ചു കഴിയുമ്പോൾ, കർത്താവ് നമ്മുടെ രക്ഷകനായി നമ്മുടെ പിതാവായി മാറുമ്പോൾ ആ സമയം തൊട്ട് എതിർപ്പുകൾ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എതിർപ്പുകളെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ദൈവവചനത്തിലൂടെ നമുക്ക് മുന്നമേൽ തന്നെ ദൂത് നൽകിയത്. നീ സിംഹത്തിന്മേലും മണലുമേലും ചവിട്ടും, ബാലസിംഹത്തിൻ പെരുമ്പാമ്പിനെ മെതിച്ചു കളയും. അപ്പം ചവിട്ടുവാനും മെതിക്കുവാനുമുള്ള 2 വാഗ്ദത്തങ്ങളെ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ ഭൂമി നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തെ ഒരിക്കലും നീ പരാജയപ്പെടുത്തി കളയരുത്. ജീവിതത്തിൽ നീ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തണം. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തകൾ നിന്റെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് നിന്നോടൊപ്പം യേശു വസിക്കുന്നു എന്നുള്ള ചിന്ത നിനക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ദൈവത്തിന്റെ വചനം ചിന്തിക്കുന്ന സമയങ്ങളിൽ ആദിമ കാലങ്ങളിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കായി പോയിട്ട് ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തകൾ എന്നെ ഭരിച്ച സമയങ്ങളുണ്ട്. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, നീ ഒറ്റയ്ക്കല്ല, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടത്തിൽ ഉപേക്ഷിക്കുകയില്ല. രക്ഷിപ്പാൻ കഴിയാവുന്ന കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാവുന്ന ചെവി മന്ദമായിട്ടുമില്ല. ഞാൻ നിന്റെ ഇടയനായി, നല്ല ഇടയനായി, വലിയ ഇടയനായി, ശ്രേഷ്ഠ ഇടയനായി സദാകാലം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് യേശുക്രിസ്തുവിന്റെ ശബ്ദം കേട്ടു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ജീവിതത്തിലെ ഭയപ്പെടുന്ന അനുഭവങ്ങളെല്ലാം മാറിപ്പോവാൻ തുടങ്ങി. രക്തം അത് നിന്റെ കൈവിട്ട് കളയാത്തവനാണ്. അപ്പൊ ഈ മരുഭൂമി യാത്രയിൽ പ്രതിസന്ധികളേറെ കടന്നു വരും, പ്രതിസന്ധികളേറെയുണ്ട്. ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ നമുക്ക് നൽകുന്നതെന്ന് പറയുന്നത്. രക്തം ചെയ്യും. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ച ഭാഗം ഞാൻ ഓർമ്മിക്കുകയാണ്. ദാവീദ് സിംഹത്തെ അടിച്ചു കൊന്നു. ഹല്ലേലൂയ. സ്തോത്രം. സിംഹത്തിന്റെ വായെ കീറിക്കളഞ്ഞു. ദാനിയേൽ സിംഹത്തിന്റെ വായ അടച്ചു. എന്നാൽ 91 സംഘത്തിലേക്ക് വരുമ്പോ കാണുന്നത് സിംഹത്തിന്റെയും അണലിവേരും നീ ചവിട്ടുമെന്ന, ബാലസിംഹത്തിൻ പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയുമെന്നാണ്. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന സിംഹത്തോടും ബാലസിംഹത്തോടും അണലിയോടും പെരുമ്പാമ്പിനുള്ള ബന്ധത്തിൽ വിവിധ തലങ്ങളിലുള്ള ചിന്തകൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതെല്ലാം നമുക്ക് അതിനെല്ലാം എങ്ങനെ നേരിടാൻ കഴിയും, എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള മെലരിയ വചനം കൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഈ ലോകത്തിൽ അനവധി രോഗികളുണ്ട്, വിവിധ തലത്തിലുള്ള രോഗികൾ. മനുഷ്യ ശരീരത്തിൽ ഉടലെടുക്കുന്ന രോഗങ്ങൾക്കെല്ലാം പ്രതിവിധി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, മരുന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ അനവധി രോഗങ്ങൾക്ക് മരുന്നില്ലാതെ മനുഷ്യൻ വ്യാധിയാൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അതെല്ലാം പ്രതിപതിയായി ദൈവവചനമുണ്ട്, വാഗ്ദത്ത വചനങ്ങളുണ്ട്, കർത്താവിന്റെ ആലോചനകളുണ്ട്, ദൈവത്തിന്റെ കൃപയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് നേരെ ഉയരുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാനുള്ള എല്ലാവിധ വചനങ്ങളും ദൈവവചനത്തിലുണ്ട്, സുവിശേഷത്തിനകത്തുണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിനകത്തുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ തുടക്കത്തിൽ തന്നെ പറയുന്നത്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമോ എന്ന് പറയുന്നത്. അപ്പൊ ദൈവം നമ്മുടെ സങ്കേതമാണെങ്കിൽ, ദൈവം നമ്മുടെ കോട്ടയാണെങ്കിൽ, നമ്മൾ ആശ്രയിക്കുന്ന ദൈവമായി നമ്മുടെ കർത്താവിനെ കൂടെ കൊണ്ട് നടന്നാൽ, ഹല്ലേലൂയ, ഒരു സ്ഥലങ്ങളിലും നീ പരാജയപ്പെട്ടു പോകത്തില്ല.
നീ പരാജയപ്പെടുമെന്ന് ലോകം നിനക്ക് നേരെ വിധി എഴുതിയ സ്ഥാനത്ത്, നീ ഉയരില്ലെന്ന ലോകം പറഞ്ഞ സാഹചര്യങ്ങളിൽ നീ ചെയ്യുന്നതൊന്നും പ്രായോഗികമായി വരികയില്ല, അതെല്ലാം പരാജയപ്പെടുമെന്ന് കഴിഞ്ഞ നാളുകളിൽ ശത്രു നിനക്ക് നേരെ ആക്രോശത്തോടെ വിട്ട ചില വാക്കുകളുണ്ട്, പറഞ്ഞ വാക്കുകളുണ്ട്. അതൊന്നും ഓർത്ത് നീ മനസ്സ് ഭാരപ്പെട്ടു പോകണ്ട. ഒരുവനെ ഉയർത്തുന്നതും ഒരുവനെ നാമെ താഴ്ത്തുന്നതും എല്ലാം ദൈവമാണ്. ഈ സിംഹത്തെയും അണലിയെ ചവിട്ടുവാനും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ ചവിട്ടുവാനുമുള്ള അധികാരം ദൈവമാണ് നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിന്റെ ഉള്ള സകല അധികാരവും കർത്താവിനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി സ്തോത്രം. നിന്റെ മേലുള്ള അധികാരം നീ കർത്താവിന് വിട്ടുകൊടുക്കണം. ലോകത്തിനാകരുത്, ലോകക്കാർക്കാകരുത്, ഇവിടുത്തെ മതങ്ങൾക്ക്, രാഷ്ട്രീയക്കാർക്ക്, ഇവിടുത്തെ അശ്ലീലമായ ഇവിടുത്തെ സാത്താന്റെ പ്രവർത്തകർക്കാകരുത് നിന്റെ മേൽ അധികാരം. അല്ലേ? നിന്റെ മേൽ അധികാരമുള്ളവർ യേശു ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾക്ക് പരാജയം വരും. നമ്മുടെ മേൽ അധികാരം നടത്തുന്നത് ആരാണ്? നമ്മുടെ കർത്തൃത്വം ആരുടെ കയ്യിലാണെന്ന് നമുക്ക് തിരിച്ചറിയാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അധികാരമുള്ളവന്റെ കരങ്ങളിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ, അധികാരമുള്ളവന്റെ കാൽച്ചുവടുകളെയാണ് നീ അനുഗമിക്കുന്നതെങ്കിൽ, ആമേൻ, നിന്നെ കൈപിടിച്ച് നടത്തുവാൻ യേശു വിശ്വസ്തനായ രക്തം ചെയ്യും. അതുകൊണ്ട് എന്ത് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ അധികാരമുള്ളവന്റെ കൂടെ നടക്കണം. നമുക്കറിയാം, ഭൂമിയിൽ മാത്രം അധികാരമുള്ളവന്റെ പിന്നാലെ നടന്നുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നേ. ഈ ഭൂമിയിലെ മനുഷ്യവർഗം എന്ന് പറയുന്നത് അവർ പല അധികാരമുള്ളവരാ. അതെല്ലാം ഈ ഭൂമി കൊണ്ട് അവസാനിക്കും. ഒരു പിടി മണ്ണ് കൊണ്ട് അവസാനിക്കുന്നതാണ്. ആമേൻ, സ്തോത്രം, അവസാനിക്കുന്നത്. എന്നാൽ സ്വർഗീയ ദൈവം നമുക്ക് തരുന്ന അധികാരം ആമീൻ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല, അത് നമ്മെ നിത്യതയോളം കൊണ്ടുവരുന്നതാണ്. രക്തം ചെയ്യാം. അല്ലേ? മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. ദൈവം തരുന്ന ഓരോ അധികാരവും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും ഒക്കെ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. അല്ലേ? അത് നമ്മുടെ ജീവിതത്തിൽ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. രക്തം ചെയ്യാം. അതുകൊണ്ട് ജീവിതത്തിനകത്ത് നിങ്ങൾ സന്തോഷിക്കണം. രക്തം ചെയ്യും. കണ്ണുനീരിന്റെ അനുഭവമായിരിക്കുക, സങ്കടത്തിന്റെ അനുഭവമായിരിക്കുക, നീ സന്തോഷിക്കണം. ഞാൻ ഈ ജനുവരി മാസത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഞായറാഴ്ച എന്റെ സഭയ്ക്കകത്തൊരു ഞായറാഴ്ച മീറ്റിംഗ് നടന്നപ്പോൾ അന്ന് ഞാൻ എന്റെ സഭയിലെ വിശ്വാസികൾക്കെല്ലാം ശക്തമായ ദൂതുകളൊക്കെ നൽകി ഓരോരുത്തരും മേലും കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. അല്ലേലിയ. അങ്ങനെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ച കൂട്ടത്തിൽ എന്റെ സഭയില് വീട് പണിയാൻ വേണ്ടി ലോൺ എടുത്ത ഒരു സഹോദരി ഉണ്ടായിരുന്നു. അല്ലേലിയ. അവരുടെ വീട് ലോൺ അടയ്ക്കാൻ കഴിയാതെ അത് ജപ്തി നടപടി വരെ എത്തി നിൽക്കുക. അദാലത്ത് എന്ന് പറഞ്ഞ ഏതൊരു പരിപാടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയോ ചെറിയ കുറവുകളൊക്കെ ചെയ്ത് അടച്ചതിന് സ്വതന്ത്രമായി തീരാം. അങ്ങനെ അവർക്ക് അതിനുപോലും വകയില്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ആ സഹോദരനോട്, നിന്റെ ഭാരങ്ങളെ ദൈവം ഏറ്റെടുത്തെന്ന് പറഞ്ഞു. നിന്റെ ഭാരങ്ങള് ദൈവം ഏറ്റെടുത്ത് നീ അനുഭവിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ എന്താണോ നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും ഈ സഭയോട് പറഞ്ഞില്ലെങ്കിലും നിന്റെ ഹൃദയഭാരം അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ ആ സഹോദരനോട് പ്രാർത്ഥിച്ച് കൈവച്ച് അനുഗ്രഹിച്ചു വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ എന്നെ ഞാൻ നേരിട്ട് കണ്ടുമുട്ടിയപ്പോൾ ആ സഹോദരൻ എന്റെ കയ്യിലേക്ക് അദ്ദേഹത്തിന്റെ വസ്തുവിന്റെ ആധാരവും അല്ലെങ്കിൽ ബാങ്കിലെ പണമടച്ച രസീതും അത് ക്ലോസ് ചെയ്ത രസീതും എല്ലാം കൂടെ കൊണ്ടെന്നെ കാണിച്ചിട്ട് പറഞ്ഞു, എന്റെ പാസ് ഇന്ന് രാവിലെ വിദേശത്തുനിന്ന് ഒരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ബാങ്കിലേക്ക് വരും, ബാങ്കിലേക്ക് നിങ്ങൾ അവിടെ ചെല്ലണം, നിങ്ങൾ ബാങ്കിലെ ലോണ് തീർത്തു തരാൻ ആഗ്രഹിക്കുകയാണെന്ന്. അപ്പൊ ഞാനത് വാങ്ങിച്ചു. എനിക്ക് അധികം പൈസ 1,20,366 രൂപയാണ് ബാങ്കിൽ അടയ്ക്കാനുള്ളത്. അതുപോലും അടയ്ക്കാനില്ലെന്ന് ചിന്തിക്കണം. ആ പൈസ ഒരു വ്യക്തി ക്ലോസ് ചെയ്ത് കൊടുത്തു. ആ മനുഷ്യർക്ക് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ആ സഹോദരന്റെ മുമ്പിൽ നിന്ന് ഒരുപാട് കണ്ണുനീരൊഴുകി. ഞാൻ പറഞ്ഞത് കണ്ണുനീരൊഴുക്കണ്ട. ഈ 2025 ദൈവം നിനക്ക് തന്ന അത്ഭുതമാണ്. ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിൽ നിനക്ക് സന്തോഷിക്കാനുള്ളത്. അതുകൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ടൗണിൽ വെച്ച ആ സഹോദരനെ കാണുന്നത് പൊതുതരത്തിൽ ഞാൻ ആ സഹോദരനെ അവിടെ വെച്ച് പ്രാർത്ഥിപ്പാടിയായി. കാരണം ദൈവം ചെയ്ത ഉപകാരം എന്ന് പറഞ്ഞാൽ സിംഹത്തിന്മേലും മണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളതുകൊണ്ട് അതൊരു പക്ഷേ നാം കടന്നുപോകുന്ന മേഖലകൾ, ഭാരപ്പെടുന്ന സങ്കടങ്ങൾ ഏതായിരുന്നാലും, അല്ലേലൂയ, അതിനകത്തെല്ലാം ദൈവം പ്രവർത്തിക്കും കേട്ടോ. സ്തോത്രം.
ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിനകത്തും ദൈവത്തിന് ചിലതൊക്കെ ചെയ്യുവാനുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന് ചില പണികൾ പൂർത്തീകരിക്കുവാനുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ പാന്തെടുത്ത് ശരിയായ നിലയിൽ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നീ കണ്ണുനീരൊഴുക്കുന്ന വിഷയത്തിന് നടുവിൽ ദൈവം അത്ഭുതം ചെയ്യും. Praise the Lord. ഈ സിംഹത്തിന്മേലും അണനുമേലും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും വെതിച്ചുകളെയും ചവിട്ടിക്കളയും എന്നൊക്കെ ആന്തരികമായി നമ്മൾ ഇവിടുത്തെ ഇഴജാതികളെ മൃഗങ്ങളെയാണ് കാണെങ്കിലും ആത്മീയമായി നീ ശത്രുവായിരിക്കും സാത്താനെ കാണണം. അല്ലേ? അപ്പൊ ആത്മീയമായി ശത്രുവായിരിക്കും സാത്താൻ ദൈവജനത്തെ ദൈവഭക്തന്മാരെ തകർക്കുവാൻ പല പദ്ധതികളുമായി കടന്നു വരും. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ നീ ഭാരപ്പെട്ടു പോകരുത്. അനവധി ആളുകളാണ് സങ്കടങ്ങൾ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അപ്പം ദാവീദ് സിംഹത്തെ അടിച്ചു കൊന്നു. ശിംശോൻ സിംഹത്തിന്റെ വായ കീറിക്കളഞ്ഞു. ദാനിയേൽ സിംഹത്തിന്റെ വായ അടച്ചു എന്ന് 91 സംഘത്തിന് വന്നപ്പോൾ സിംഹത്തെ അണനുവേൽ നമ്മൾ ചവിട്ടും, ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ കീറിക്കളയും. അല്ലേ? ഇതൊക്കെ ദൈവാത്മാവ് നമ്മൾ സംസാരിക്കുന്ന വചനമാണ് കേട്ടോ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും ദൈവത്തിന് പറയുവാനുള്ള ദൂത് നിന്നോട് ഇടപെടുന്ന വചനങ്ങളാ. ഇങ്ങനെയുള്ള ചില ശക്തികൾ നിനക്ക് നേരെ വ്യാപരിക്കുന്നുണ്ട്. എങ്ങനത്തെ ശക്തികൾ? സിംഹവും മണരിയും ബാലസിംഹവും പെരുമ്പാമ്പും പോലെയുള്ള ഇതെല്ലാം മാരകമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. ഇതെല്ലാം കഠിനമായി ക്രൂരമായി ഉപദ്രവിക്കുന്ന ജീവികളും മൃഗങ്ങളുമാണ്. അതൊക്കെ നിനക്ക് നേരെ ആക്രോശത്തോടുകൂടി നിൽക്കുന്നത് പോലെ തന്നെ ഭൂമിയുടെ 4 ഭാഗത്തു നിന്നും നിനക്ക് നേരെ പ്രശ്നം കടന്നു വരും. അല്ലേ? വാഴ്ചകള്, അധികാരങ്ങള്, ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എല്ലാ മേഖലയിൽ നിന്നെ കടന്നാക്രമിക്കാൻ കടന്നു വരുന്ന ദുഷ്ടപിശാചിനെ നീ എതിർത്ത് നിൽക്കണം. അല്ലേ? ദുഷ്ടപിശാചിനെ നീ ജയിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ദൈവം നിനക്ക് അഭിഷേകം തന്നത്, വാഗ്ദത്തം തന്നത്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ മാധുര്യം നീ അനുഭവിച്ചറിയണം. രക്തം ചെയ്യും. ഇവിടെ നമ്മെ സുവിശേഷ പ്രചരണത്തിനായി ഒരിക്കൽ സാധു സുന്ദർ സിംഗ് ടിബറ്റ് ദേശത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ തങ്ങി. ലരിയാണ് ഇവിടെ സാധു സുന്ദർ സിംഗിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഞാനും അദ്ദേഹത്തെ കുറിച്ച് വായിക്കും. എനിക്ക് വളരെ സന്തോഷമാണ്. അങ്ങ് സുവിശേഷ പ്രചരണത്തിനായിട്ട് അദ്ദേഹം ടിബറ്റിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലാണ് തങ്ങിയത്. അല്ലരിയ തന്റെ ശീലമനുസരിച്ച് അതിരാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് വീടിന് പുറകുവശത്തുള്ള വാതിൽ കൂടി കാട്ടിലേക്ക് പോയി മുട്ടിമേൽ നിന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഈ സാധു സുന്ദർ സിംഗിന് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചത്. ഒരു ദൈവദാസന്റെ പ്രഭാഷണത്തിലും ഞാൻ അത് വായിക്കുകയായി. അപ്പം നമുക്കില്ലാത്ത ചില സ്വഭാവമാണ് സാധു സുന്ദർ സിംഗിനുണ്ടായിരുന്നത്. അദ്ദേഹം എവിടെ ചെന്നിരുന്നാലും, അല്ലെങ്കിൽ എവിടെ പാർത്താലും, ഏത് വീട്ടിൽ ചെന്ന് തങ്ങിയാലും, എവിടെ ശുശ്രൂഷയ്ക്ക് പോയാലും അധികാലത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ശീലം, അല്ലെങ്കിൽ ആരുടെയും ആരെ അസഹ്യപ്പെടുത്താതെ, ആർക്കൊരു പ്രശ്നമായി തീരാതെ എവിടെയെങ്കിലും മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം സാധു സുന്ദർ സിംഗിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മനുഷ്യൻ വീട്ടിൽ എഴുന്നേറ്റ് വീടിന്റെ പുറകുവശത്തെ വാതിലുടെ കാട്ടിലേക്ക് പോയി മുട്ടിമേൽ നിന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. സാധു സുന്ദർ സിംഗിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം മുഴങ്ങി നിന്നതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം നിന്റെ കുടുംബത്തിനകത്തും മുഴങ്ങി നിൽക്കണം. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ കേട്ടാൽ എന്ത് ചെയ്യും? ഞങ്ങൾ പാട്ടുപാടുന്നവർ കേട്ടാൽ എന്ത് ചെയ്യും? ഞങ്ങൾ കൈയടിക്കുന്ന ശബ്ദം കേട്ടാൽ എന്ത് ചെയ്യും? ഞങ്ങൾ അന്യഭാഷ പറയുന്നത് കേട്ടാൽ എന്ത് ചെയ്യും? ഞങ്ങൾ സ്തുതി സ്തോത്രങ്ങൾ പറയുന്നത് കേട്ടാൽ എന്ത് ചെയ്യും? അവരെന്ത് വിചാരിക്കും? അവർക്കത് അസഹ്യമാകോ എന്നൊന്നും നീ ചിന്തിക്കാതെ അതിന്റെ ആന്തരങ്ങൾ തുറന്ന് ശബ്ദം ഉയർത്തി സാധു സുന്ദർ സിംഗ് പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. പലർക്കും പേടിയാണ്. എന്തിനാണ് നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്ന നമ്മൾ ഭയപ്പെടുന്നത്? നിങ്ങൾ ലോകത്തിലേക്ക് നോക്ക്, ഇവിടുത്തെ അമ്പലങ്ങളിൽ നോക്ക്. വെളുപ്പാങ്കാലത്ത് തൊട്ട് അവരുടെ അമ്പലത്തിലെ പൂജകൾ നടന്നുകൊണ്ടിരിക്കും. പള്ളികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിരാവിലത്തെ പള്ളിമണികൾ മുഴങ്ങി അവരുടെ പള്ളിയിലെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇവിടുത്തെ മോസ്കിനെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഇവിടുത്തെ മോസ്ക് എന്ന് പറഞ്ഞാൽ അവർ രാവിലെ എഴുന്നേറ്റ് അവരുടെ നിസ്കാരത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരുടെ പള്ളിയിലും ബാങ്ക് വിളി ഉയർന്നുകൊണ്ടിരിക്കും. അത് ദിനംതോറും നടക്കുന്നത് നമ്മൾ കാണുക. അങ്ങനെ ഈ ലോകം കടന്നു പോകുമ്പോൾ അതിന്റെ നടുവിൽ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ എഴുന്നേറ്റിരുന്ന
അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധി എഴുന്നേറ്റിരുന്ന അതിശ്രദ്ധയോടെ ശബ്ദം ഉയർത്തി നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവം നിനക്ക് ആ പ്രാർത്ഥനയുടെ അഭിഷേകം തന്നതിനാ. അല്ല രഹസ്യമായിട്ടിരുന്ന് ഒളിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാനല്ല. രഹസ്യമായി പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മറിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്ഷേ സാധു സുന്ദർ സിംഗിനെ പോലെ മുട്ടുകുത്തി അല്ലെങ്കിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ആ രാത്രി മഞ്ഞുകെട്ടുകൾ താഴേക്ക് അധികമായി വീണ് കിടന്നിരുന്നു. സാധു സിംഗ് പ്രാർത്ഥിക്കുമ്പോൾ മഞ്ഞുകെട്ടുകൾ അധികമായി വീണ് കിടന്നിരുന്നു. പെട്ടെന്ന് സിംഹങ്ങളുടെ ഒരു ഗർജനം കേൾക്കുകയായി സുന്ദർ സിംഗ്. അദ്ദേഹം കാട്ടിലാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ മഞ്ഞുകെട്ടുകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. ആ സമയത്ത് സിംഹത്തിന്റെ ഗർജനം കേൾക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം നമുക്കാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യും? നമ്മൾ ഭയപ്പെട്ടു പോകും. പക്ഷെ സാധു സുന്ദർ സിംഗ് ഭയപ്പെട്ടില്ലെന്നുള്ളതാണ്. അല്ലേലിയ. അദ്ദേഹം എന്താണ് ചെയ്തത്? അല്ലേലിയ. അദ്ദേഹം അവിടെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സിംഹഗർജനം കേട്ടിട്ടും അദ്ദേഹം അവിടെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ടിബറ്റിൽ അദ്ദേഹം ചെന്ന് താമസിച്ച വീട്ടിലെ ക്രിസ്ത്യാനി കുടുംബം അവർ എഴുന്നേറ്റ് നോക്കിയപ്പോൾ സാധു സുന്ദർ സിംഗിനെ കാണുവാനില്ല. അവർ അന്വേഷിച്ചപ്പോൾ സാധു സുന്ദർ സിംഗ് പ്രാർത്ഥിക്കാൻ വീടിന്റെ പിന്നിലൂടെ കാട്ടിലേക്ക് പോയെന്നുള്ളവർക്ക് മനസ്സിലായി. പെട്ടെന്ന് ക്രിസ്ത്യാനി കുടുംബം സാധു സുന്ദർ സിംഗിന് എന്ത് സംഭവിച്ചിരിക്കുമോ എന്ന് ഭയന്ന് ഒരു തോക്കെടുത്തുകൊണ്ട് അല്ലൊരു സ്തോത്രം അവർക്ക് ആ കാട്ടിലേക്ക് ഓടി. ആ സ്ഥലത്ത് എന്ന് സാധു സുന്ദർ സിംഗ് അതിശ്രദ്ധയോടെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ചെന്നു. അവിടെ സിംഹങ്ങൾ സാധു സുന്ദർ സിംഗിന് ചുറ്റും കിടക്കുന്നതാണ് അവർ കണ്ടത്. അല്ലെങ്കിൽ ഈ വീട്ടുടമൻ തോക്കൊക്കെ എടുത്തുകൊണ്ട് സാധു സുന്ദർ സിംഗിന് എന്ത് പറ്റിയെന്നൊക്കെയുള്ള ചിന്തിച്ചെന്ന് വനത്തിലേക്ക് സാധു സുന്ദർ സിംഗിനെ അകലെ നിന്ന് കണ്ടപ്പോഴേ സിംഹങ്ങളുടെ വലിയൊരു കൂട്ടം സാധു സുന്ദർ സിംഗിന്റെ ചുറ്റും അല്ലെങ്കിൽ ആമി കിടക്കുന്നതാണ് കണ്ടത്. ആമി കുളിര് നിറഞ്ഞ ആ രാത്രിയിൽ, മഞ്ഞുകെട്ടുകൾ പെയ്ത് കുളിര് നിറഞ്ഞ ആ രാത്രിയിൽ, ആ പ്രഭാതകാലത്ത് സാധു സുന്ദർ സിംഗ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദം കിട്ട് സിംഹം ഗർജിച്ചെങ്കിലും സിംഹങ്ങളെല്ലാം കൂടെ അടുത്ത് വന്ന് സാധു സുന്ദർ സിംഗിന് ഒരു കേടും വരുത്താതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റും കിടക്കുക. സാധു സുന്ദർ സിംഗ് കിടന്ന് സിംഹങ്ങളുടെ ചൂടുകളെല്ലാം കൂടെ സാധു സുന്ദർ സിംഗിന്റെ ശരീരത്തിലേക്ക് അടിച്ചപ്പോൾ അദ്ദേഹത്തിന് മഞ്ഞുകട്ടയുടെ കുളിരുകൾ മാറിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ശബ്ദം ഉയർത്തി വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ കൂട്ടിനാരാ ഉള്ളതറിയത്? സിംഹങ്ങളാണ്. ഹല്ലേലൂയ. ഓർമ്മയ്ക്ക് ബാലസിംഹത്തിൽ പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയുമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ സാധു സുന്ദർ സിംഗിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ സിംഹങ്ങൾ ഗർജനത്തോടുകൂടി വന്നെങ്കിലും പ്രാർത്ഥനയുടെ ശബ്ദത്തിന് മുമ്പിൽ സിംഹങ്ങൾ കെട്ടടങ്ങി സാധു സുന്ദർ സിംഗ് ചുറ്റും കിടക്കുകയാണ്. കുളിരുകൾ കൊണ്ട് നിറഞ്ഞ രാത്രിയിൽ സിംഹങ്ങളുടെ ചൂടേറ്റ് സാധു സുന്ദരത്തിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുവാൻ തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങൾക്കതിന് കഴിയുമോ? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ സിംഹങ്ങൾ ചൂട് കൊടുത്തോണ്ട് നീണ്ട നേരമുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം സാധു സുന്ദർ സിംഗ് സിംഹങ്ങളോട്, എന്റെ പ്രിയ കൂട്ടുകാരി, നിങ്ങൾ നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അത് സാധു സിംഗിന് പ്രാർത്ഥന കഴിഞ്ഞു. നീണ്ട സമയത്ത് പ്രാർത്ഥന അദ്ദേഹം എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്താ? അദ്ദേഹത്തിന് ചുറ്റും സിംഹങ്ങൾ കിടക്കുകയാണ്. ആ സിംഹങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, പ്രിയ കൂട്ടുകാരി, നിങ്ങൾ നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അല്ലേരിയ സിംഹങ്ങളുടെ പോകുമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അല്ലേരിയ സിംഹങ്ങളെ തലോടിക്കൊണ്ട് സിംഹങ്ങളെ യാത്ര അയച്ചെന്ന ആ പുസ്തകത്തിൽ വായിച്ചത്. ഓർത്തുവയ്ക്കുക, അതെന്ത് ധൈര്യം അല്ലേ? പ്രാർത്ഥിക്കുന്നവൻ ഈ ലോകത്തെ ഭയപ്പെടരുത്. പ്രാർത്ഥിക്കുന്നവൻ സിംഹത്തെ അവനെയും ഭയപ്പെടരുത്. പ്രാർത്ഥിക്കുന്നവൻ ബാലസിംഹത്തെ പെരുമ്പാമ്പിനെയും ഭയപ്പെടരുത്. അത് സാധു സുന്ദർ സിംഗിന്റെ ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നെങ്കിൽ സിംഹഗർജനം കേട്ടപ്പോൾ തന്നെ അദ്ദേഹം കാട് വീട്ടിലേക്ക് വന്നേനെ. പക്ഷെ സിംഹഗർജനം കേട്ടപ്പോഴും മഞ്ഞുകെട്ടുകൾ കൊണ്ട് കുളിരണിഞ്ഞ രാത്രിയിൽ വെളുപ്പം കാലത്ത് അദ്ദേഹം അതൊന്നും വകവെക്കാതെ, സിംഹഗർജനത്തെ വകവെക്കാതെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? ദൈവ സിംഹങ്ങൾ വായ അടച്ചതുപോലെ സിംഹങ്ങൾ ചുറ്റും വന്ന് കിടന്ന സിംഹങ്ങളുടെ ചൂട് കൊണ്ട് വീണ്ടും സാധു സുന്ദറിന്റെ പ്രാർത്ഥന ഉയർന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷമായിട്ട് അല്ലേലൂയ സിംഹങ്ങളെ തലോടിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗുഹകളിലേക്ക് പോകുക, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുവാൻ പറയുന്നത് ഈ വീട്ടുടമ കേട്ട് ആശ്ചര്യപ്പെട്ടു പോയെന്നാ. അല്ലേലൂയ. ഒരു വലിയ അത്ഭുതം അല്ലേ?
നമുക്ക് ഈ ഭക്തന്മാരുടെ ഒക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് കേൾക്കുക വായിക്കുക എന്നൊക്കെ പറയാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ ബലം നൽകുന്നതാണ്. അപ്പൊ ഞാൻ ആ സാദർ സുന്ദർ സിംഗിനെ കുറിച്ച് ആ ഭാഗം വായിച്ചപ്പോൾ എന്നിൽ എന്തോ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്റെ ഉള്ളിൽ ഭയങ്ങൾ മാറിപ്പോയതിന് തോന്നി. കാരണം ആ ഭക്തൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞെങ്കിൽ ലോകത്തെ ഭയപ്പെടാതെ, മൃഗങ്ങളെ ഭയപ്പെടാതെ, അന്ധകാരത്തിന്റെ ശക്തികളെ ഭയപ്പെടാതെ അദ്ദേഹം അതിശ്രദ്ധയോടെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ സിംഹങ്ങൾ പോലും കീഴടങ്ങിയെങ്കിൽ എന്നെ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ആമി നിനക്ക് നേരെ ഉയർന്നു വരുന്ന എല്ലാ സാത്താന്യ ശക്തികളെയും ആമി പരാജയപ്പെടുത്തുവാൻ, നിന്റെ മുമ്പിൽ കീഴ്പ്പെടുത്തുവാൻ യഹോവയായ ദൈവത്തിന്, കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് രക്തം ചെയ്യും. വിശ്വസികളെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അപ്പൊ സിംഹങ്ങളുടെ മേൽ ചുമലി തലോടിക്കൊണ്ട് സാധു സുന്ദർശിക്കാവെ പറഞ്ഞയച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ബാലസിംഹങ്ങളെ കാണുമ്പോൾ, പെരുമ്പാമ്പിനെ കാണുമ്പോൾ അതിനെ കണ്ട് നീ ഭയപ്പെട്ട് ഓടിപ്പോകാതെ, അതിനെക്കുറിച്ച് നീ ഓർത്ത് ചഞ്ചലപ്പെട്ടു പോകാതെ, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ, വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ സ്തുതിക്കുന്നവരാണെങ്കിൽ, ഹല്ലേലൂയ, ഈ ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ വിധിച്ചു കളയും. രക്തം ചെയ്യും. വാഗ്ദത്തമാകട്ടോ. ഈ പ്രഭാതത്തിലുള്ള വാഗ്ദത്തം നിന്നോട് ദൈവാത്മാവ് അറിയിക്കുക. ഈ 2025 ജനുവരി മാസത്തിന്റെ പ്രാരംഭ നാള് തൊട്ട് ദൈവം നിനക്ക് ചില വാഗ്ദത്തങ്ങളെ നൽകുന്നതിന് കാരണം ഈ വർഷം നിന്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. നിന്നെ ഭയപ്പെടുത്തുന്നതിനെ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകാൻ പോവുക. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ ഒന്നിനാലും ഭാരപ്പെട്ടു പോകരുത്, ഒന്നിനാലും നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. അങ്ങനെ സാന്ദർ സുന്ദർ സിംഗ് സിംഹങ്ങളെല്ലാം പറഞ്ഞ് തലോടി അതുങ്ങളുടെ ഗുഹയിലേക്ക് അയച്ച് സാദർ സുന്ദർ സിംഗും അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അല്ലേരിയ. കലങ്ങാതെ ഭയപ്പെടാതെ ഇരിക്കണം. സാദർ സുന്ദർ സിംഗ് കലങ്ങാതെ, ഹൃദയം കലങ്ങിപ്പോകാതെ, ഭയപ്പെടാതിരുന്നത് പോലെ നിങ്ങളും അല്ലേലിയ കലങ്ങിപ്പോകരുത്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിന്ന് യേശു യോഹന്നാന്റെ സുവിശേഷം 14:1 ശിഷ്യന്മാരോട് പറഞ്ഞത്. കാരണം ശിഷ്യന്മാരെ കർത്താവ് ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ, സുവിശേഷം അയക്കുമ്പോൾ അവർക്കെതിരെ പ്രതികൂലങ്ങൾ കടന്നുവരും, വെല്ലുവിളി കടന്നുവരും, ശത്രുവിന്റെ സകല പോരുകളും കടന്നുവരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളില് ശത്രുവിനെ കാണുമ്പോൾ, സാത്താന്യ ശക്തികളെ കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് യേശു അവർക്ക് യേശുവോട് പറയാൻ കാരണമായി തീർന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറഞ്ഞത് നമ്മൾ ഭയപ്പെടരുതെന്ന. രക്തം ചെയ്യും. ഈ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമാണ്. ഈ മരുഭൂമി യാത്ര, ഈ മരുപ്രയാണത്തിൽ നീ തകരാതെ നിൽക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്, വെല്ലുവിളികൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതില്ലാതെ ആർക്കും ഈ ഭൂമി ജീവിക്കാൻ പറ്റത്തില്ല. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് പട്ടുമെത്തയുടെ അനുഭവമല്ല കേട്ടോ. ഇന്നത്തെ ഒരുപാട് പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ല. ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ അക്കൗണ്ടുകളെല്ലാം നിറയും. നിങ്ങൾക്കിപ്പം വാരിക്കൂരി കിട്ടും, വീട് കിട്ടും, വണ്ടി കിട്ടും, കാറ് കിട്ടും, ആനയെ മേടിക്കാം, കുതിരയെ മേടിക്കാം എന്നൊക്കെ പറയുന്ന അനവധി ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുക. അല്ലേരിയ. നിങ്ങളുടെ മുഴ മാറി, നിങ്ങളെ അത് മാറി, ഇത് മാറി, അവിടെ അത് സംഭവിച്ചു, ഇവിടെ സംഭവിച്ചു, നോക്ക് ഇറങ്ങി വരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കലക്കുന്ന അനവധി ശുശ്രൂഷകളുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ശുശ്രൂഷയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നിനക്ക് നേരെ കടലുന്ന ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ ചവിട്ടുവാനുള്ള, വിധിച്ചു കളയാനുള്ള അധികാരം ഏറ്റെടുത്തുകൊണ്ട് നീ ദൈവസന്നിധി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ തകർച്ചയുടെ നടുവിൽ, നിന്റെ താഴ്ചയുടെ നടുവിൽ നിന്നെ ഉയർത്തുവാൻ യേശുവിന് കഴിയും. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം. മാലാഖിയുടെ പുസ്തകം 3:10 വായിച്ചു നോക്ക്. എന്താണ് ഇവിടെ പറഞ്ഞത്? ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം. എഫേസ്യ ലേഖനം 1:3 ചേർത്ത് വായിക്ക്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നിന്റെ കുടുംബത്തെ ദൈവം നിറയ്ക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നില്ല, കരമടിച്ചൊക്കെ ദൈവത്തെ ശ്രദ്ധിക്കുക. ഇതൊരു ദൈവിക വാർത്തത്വമാണ്. ഞാൻ ഈ വാർത്ത, ഈ ദൂത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അതൊരു വലിയ വാർത്തത്വമാണ് ദൈവം തന്നിരിക്കുന്നത്. ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുക, അതൊക്കെ ദൈവത്തിന് മാത്രം കഴിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കണമെങ്കിൽ സാധു സുന്ദർ സിംഗിനെ പോലെ നീ ഇരുന്ന് പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിലാണ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കുന്നത്. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവനാണ് സ്വർഗത്തിലെ സകല ആത്മീയനുഗ്രഹത്താലും അവനെ നിറയ്ക്കുന്നത്. അല്ലാതെ ഈ പ്രാർത്ഥിക്കാതെ ദൂതുകൾ കേട്ട് ആലോചന കേട്ട് മാത്രം നടക്കുന്ന, രോഗസൗഖ്യത്തിനും ബോധസൗഖ്യത്തിനും വേണ്ടി മാത്രം നടക്കുന്നവർക്കൊന്നും പെട്ടെന്ന് അങ്ങോട്ട് അനുഗ്രഹം പ്രാപിക്കണമല്ല. അവർക്ക് ഈ അത്ഭുതം കാണണം. അല്ലേ, ചിലരൊക്കെ വന്നിട്ട് പറയും, പാസ്റ്റർ ഇന്നവിടെ ഭയങ്കര അത്ഭുതമായിരുന്നു, ഭയങ്കര വിടുതലായിരുന്നു. എന്താ സഹോദര സൗകര്യം സംഭവിച്ചത്? അതവർക്ക് പറയാം, ഭയങ്കര അത്ഭുതമായിരുന്നേ. ഇപ്പൊ കഴിഞ്ഞിടെ ഒരു സഹോദരനോട് പ്രാർത്ഥിക്കാൻ മതി, ലക്ഷങ്ങളുടെ കടവാ, ലോണാ, ആ 60 ലക്ഷത്തിന്റെ ബാങ്കുകാർ ഇപ്പൊ വീട് ജപ്തി ചെയ്യും. ആ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചയച്ചു. അവരുടെ ജീവിതത്തിൽ അത്ഭുതമൊക്കെ ചെയ്തു കേട്ടോ. ലോണൊക്കെ അടയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ദൈവം താൽക്കാലികമായിട്ട് നൽകി കൊടുത്തു. അല്ലെങ്കിൽ അത് പിന്നെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് പിന്നെ അവരെ വിളിച്ചിട്ടില്ല. ചിലർക്ക് അങ്ങനെ നന്മ കിട്ടിക്കഴിഞ്ഞാൽ, അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിളിക്കത്തുമില്ല, പറയത്തുമില്ല. എന്താ നമുക്ക് വല്ലതും തകർന്നുകൊണ്ടായി? ഒന്നും തരാൻ വേണ്ടിയിട്ടല്ല സഹോദരൻ വിളിക്കണമെന്ന് പറയുന്നേ. ഈ നിങ്ങൾക്കിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഞങ്ങളെപ്പോലെ ഉള്ളവർ ഞങ്ങളൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ശുശ്രൂഷിക്കുന്നത്. അല്ലേ, ചിലർ കിട്ടാൻ വേണ്ടി ശുശ്രൂഷിക്കുന്നുണ്ട്. പോക്കറ്റ് നിറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലെ പണം ഞങ്ങളുടെ പോക്കറ്റിലാക്കാണോ എന്നുള്ള ചിന്തയിലൂടെ ശുശ്രൂഷിക്കുക. എന്നാൽ എന്നെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ പണം കൈവശമാക്കാനോ നിങ്ങളുടെ പോക്കറ്റ് കണ്ടിട്ടോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ വലിപ്പം കണ്ടിട്ടോ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ കണ്ടിട്ടോ ഒന്നും അലസി എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഇടിവി നിൽക്കുക, നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുക. ബാലസിംഹങ്ങളും പെരുമ്പാമ്പതിനെ തകർത്ത് കളയാൻ, അതിനെ മെതിച്ചു കളയാനുള്ള ആത്മാവിന്റെ കൃപ നിനക്ക് വേണ്ടി പകരാൻ വേണ്ടിയിട്ട് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രാർത്ഥന ശുശ്രൂഷയും അതിന്റെ ദൗത്യമാണ്. അത് ഞാൻ പണത്തിന് ചെയ്യത്തില്ല. അല്ലേ, അത് പണത്തിനല്ല ചെയ്യുന്നത്. ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. പാപത്തിൽ വീണ് കിടന്ന ജനം, ശാപത്തിൽ വീണ് കിടന്ന ജനം, ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ട് കിടന്ന ജനത്തെ വിടിവിക്കാൻ വേണ്ടി പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച്, യേശു സ്വർഗത്തിലെ സകല മഹിമകളും ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനെ തന്നെത്താൻ ഒഴിച്ച് ഭൂമിയിലേക്ക് വന്നത് ഇവിടുത്തെ പണം ഉദ്ദേശിച്ചല്ല. പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാനായിരുന്നു. അല്ലേലിയ. യേശു ക്രിസ്തു ഭൂമി ചെയ്ത ശുശ്രൂഷകൾക്കെല്ലാം എണ്ണി എണ്ണി പണം വാങ്ങിയെന്നെങ്കിലോ, യേശു പോയ സ്ഥലങ്ങളിൽ, യേശു ശുശ്രൂഷിച്ച സ്ഥലങ്ങളിൽ, യേശു ചെയ്ത അത്ഭുതങ്ങൾക്കെല്ലാം ഇന്നത്തെ ആളുകൾ കണക്ക് പറഞ്ഞ് പൈസ മേടിക്കുന്ന പോലെ യേശു മേടിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ സ്ഥിതി എന്തായി മാറിയേനെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ യേശു തന്നെ ഏൽപ്പിച്ച ദൗത്യം, അത് പറഞ്ഞാല് ഞാനും എന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുന്നത്. നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ, നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ, എന്നെ സംബന്ധിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളെന്നുള്ള ചിന്തയിൽ എനിക്കും ഭാരങ്ങൾ തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് ആ വിഷയത്തെ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പണം ഉദ്ദേശിച്ചല്ല ഞാൻ ആ വിഷയം ഏറ്റെടുക്കുന്നത്, നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ചിട്ടാണ്. നിങ്ങൾക്ക് നന്മ കിട്ടണം, നിങ്ങളെ കെണിയിൽ നിന്ന് പുറത്തു വരണം. ബാലസംഘത്തെ പെരുമ്പാമ്പിനെ മെതിച്ചു കളയാനുള്ള ബലം നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അല്ലേ, അതുകൊണ്ട് ആകാശത്തിന്റെ കിളിവാതിൽ നിനക്ക് തുറക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. ദിവ്യാഗ്രഹം നിന്റെ മനസ്സിലുണ്ടാകരുത്. അല്ലേ, ദിവ്യാഗ്രഹം മനസ്സില്ലാതെ ശുശ്രൂഷിച്ച ഒറ്റയാളെ ഈ ലോകത്തിലുള്ളത് കർത്താവ് യേശു ക്രിസ്തുവാ. യേശു ആരുടെയും ദിവ്യാഗ്രഹം, ആരുടെയും പൊന്നും പണമൊന്നും ആഗ്രഹിച്ചത്. പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പൊന്നും വെള്ളിയൊന്നും ആഗ്രഹിച്ചല്ല വന്നത് എന്ന് പൗലോസും പറയാറുണ്ട്. നിനക്കതിനെ പറയാൻ കഴിയുമോ ശ്രോതാവേ? ലേലിയ, നിങ്ങൾ പൊന്നും വെള്ളി ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത് നിങ്ങൾ പൊന്നും വെള്ളി ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെയോ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്, അങ്ങനെ പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിലും ദൈവം ആകാശത്തിന്റെ വാതിൽ തുറക്കും. ഹല്ലേലൂയ. അങ്ങനെ തന്നെയാണ് ദൈവത്തിന്റെ. ഞാൻ എന്റെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. അതുകൊണ്ട് ദിവ്യാഗ്രഹം ഒരു ശുശ്രൂഷകന്റെ ഉള്ളിൽ ഉണ്ടാകരുത്. അപ്പൊ സാധു സുന്ദർ സിംഗിന്റെ ജീവിതത്തിനകത്തൊക്കെ അത്ഭുതം നടന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം നടക്കണം. അതുകൊണ്ട് സാധു സുന്ദർ സിംഗ് അസിമുഖത്തെ കാടുകളിലേക്ക് പറഞ്ഞയച്ച ശേഷം സാധു സുന്ദർ വീട്ടിലേക്ക് വന്നപ്പോൾ ആ വീട്ടുകാർക്ക് പോലും ആശ്ചര്യമായി തോന്നി. അതുകൊണ്ടാണ് നമ്മൾ സദൃശവാക്യം വായിക്കുമ്പോൾ സദൃശവാക്യം 16-ാം അധ്യായം എന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് ഒരു കാണുന്നത്, ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. അല്ലേലിയ. കേട്ടോ, ദൈവത്തിന്റെ പത്രം ഓർത്തേക്ക്. അല്ലേലിയ, സ്തോത്രം. അല്ലേലിയ. ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ, നിന്റെ വഴികൾ ദൈവത്തിന് ഇഷ്ടമായിരിക്കണം.
ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നീ യാത്ര ചെയ്യരുത്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, മനുഷ്യന്റെ യാത്ര മുഴുവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെയാ. ചിലരെയൊക്കെ രാവിലെ എഴുന്നേൽക്കും പലരും കള്ള് ഷാപ്പിന്റെ പണിക്ക് പോയിരിക്കുന്ന കാണാൻ കഴിയും. ഞങ്ങളുടെ അടുത്ത് ഈ പ്രദേശത്ത് ഒരു കള്ള് ഷാപ്പുണ്ട്, ഒരുപാട് കള്ള് ഷാപ്പുണ്ട്. ചില കള്ള് ഷാപ്പിന്റെ അരികിലൂടെ ഈ പ്രഭാതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ രാവിലെ 6:30 7 മണിയൊക്കെ ആകുന്ന സമയത്ത് എവിടെയൊക്കെ പോയിച്ച് വരുമ്പോൾ രാവിലെ വന്ന് ചില കള്ള് ഷാപ്പിന്റെ ചുമരെ ചാരിയിരിക്കുന്ന കാണാൻ കഴിയും. കാരണം രാവിലെ എഴുന്നേറ്റിട്ട് മറ്റു വിചാരങ്ങളില്ല, കള്ള് ഷാപ്പിന്റെ ചുമരെ വന്ന് ചാരിയിരിക്കും. എന്തിനാ അറിയോ? കള്ളുകടക്കാരൻ വന്ന് തുറക്കുമ്പോൾ ആ ബലി ആദ്യം വാങ്ങി കുടിച്ച് അവന്റെ വിറയിൽ മാറ്റണമെന്ന് പറഞ്ഞിരിക്കുന്നവരാ അല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറെ ജഡികന്മാരായിരിക്കുന്ന ഒരു ലോകത്തിലുണ്ട് കേട്ടോ. രക്തജയം എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ വഴിയിൽ അല്ലെങ്കിൽ യഹോവയ്ക്ക് ഇഷ്ടമായി, ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ നിന്റെ വഴികൾ ദൈവത്തിന് ഇഷ്ടമായിരിക്കണം, നിന്റെ പാതകൾ ദൈവത്തിന് ഇഷ്ടമായിരിക്കണം. നീ നിന്റെ ഇഷ്ടത്തിലൂടെ, ലോകത്തിന്റെ ഇഷ്ടം, സാത്താന്റെ ഇഷ്ടത്തിലൂടെ നിന്റെ വഴികൾ തെരഞ്ഞെടുത്ത് നീ പോകരുത്. അതുകൊണ്ടാണ് സംഗീതത്തിൽ 1:1 പറയുന്നത്, ആമേൻ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലമായി ഇരവാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. സംഗീതമൊക്കെ പലപ്പോഴും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നേ, പലപ്പോഴും ഈ സംഗീതത്തിനൊക്കെ കാണാതെ പഠിച്ച് കുറെ സിനിമാ താരങ്ങളുടെ പേരും കുറെ സീരിയലുകാരുടെ പേരും ഒക്കെ കുറെ റിയാലിറ്റി കുറെ ഉദ്ഘാടനം ചെയ്യുന്നവരുടെ പേരും ഒക്കെ നിങ്ങൾ കാണാതെ പഠിച്ച് നടന്നിട്ട് ഒരു പ്രയോജനമില്ല. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ കേരളമൊക്കെ കാണുന്ന കണ്ടില്ലേ, കുട്ടിച്ചോറായി കിടക്കുന്ന കണ്ടില്ലേ? അല്ലേരിയ. കാരണം ഈ ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന അശ്ലീലത്തെയാണ്. ലോകം മുഴുവൻ ചെറുപ്പക്കാരടക്കം വിവിധ യുവാക്കന്മാരടക്കം അശ്ലീലമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അശ്ലീലമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഏത് രൂപത്തിലും ഭാവത്തിലും വരുന്നവരെ തോളിലേറ്റിക്കൊണ്ട് നടക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അവരെ തോളിലേറ്റി അവരുടെ നഗ്നത കാണുവാൻ, അവരുടെ ജീവിതം കാണാൻ, അവരുടെ പിന്നാലെ നടക്കുവാൻ, അവർക്ക് ഓശാന പാടാൻ ഒരുപാട് യുവാക്കന്മാരുണ്ട്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയുടെ യാത്ര ചെയ്യുന്ന ഒരു തലമുറ പെരുകി. എൻ്റെ എന്തു പറഞ്ഞു നീ അതിലേക്ക് പോകാൻ നിന്റെ നാവിൽ നീ ദൈവവചനത്തെ ഏറ്റെടുക്കണം. നിനക്ക് ദൈവത്തെ അനുഗമിക്കുക. അതുകൊണ്ടാണ് ഈ കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ, സ്തോത്രം, ഒരുത്തന്റെ വഴി യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കും. ഹല്ലേലൂയ. അപ്പൊ നിന്റെ വഴികൾ ദൈവത്തിന് പ്രസാദമാണെങ്കിൽ നിന്റെ ശത്രുവിനെ പോലും നിന്നോട് ഇണക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? ഈ കേരളം എന്നൊക്കെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ കേരളമൊക്കെ ഇത്രമാത്രം അധംപതിച്ചു പോയില്ല. എല്ലാവരും ഗോഡ്സ് ഓൺ കൺട്രി എന്തായി എന്നൊക്കെ പറയുന്നത്, ഇത്രമാത്രം അധംപതിച്ച് അധാർമിക കൊണ്ട്, അശുദ്ധി കൊണ്ട്, ജഡികമായ രീതി കൊണ്ട് വസ്ത്രം പോലും ധരിക്കാതെ വെറും നഗ്നത പ്രകാശിപ്പിച്ച് നഗ്നത വെളിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന അനവധി ആളുകൾ, നഗ്നത പ്രദർശിപ്പിച്ച് അതുകൊണ്ട് പണം ഉണ്ടാക്കുന്ന അനവധി സാത്താന്യ ശക്തികൾ കേരളത്തിൽ പെരുകുന്നു, രാജ്യത്ത് പെരുകുന്നു, ലോകരാജ്യങ്ങൾ പെരുകുന്നു. അല്ലേ? അതുകൊണ്ട് നിന്റെ വഴി ഈ ലോകത്തിന്റെ വഴി ഉണ്ടാകരുത്. നിന്റെ വഴി ദൈവത്തിന് പ്രസാദമായിരിക്കും. സാദർ സുന്ദർ സിംഗിന്റെ വഴികളെല്ലാം ദൈവത്തിന് ഇഷ്ടമായിരുന്നു. സാദർ സുന്ദർ സിംഗിന്റെ വഴികൾ ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ടും അദ്ദേഹം പ്രഭാതത്തിൽ 3 മണിക്ക് എഴുന്നേറ്റ് മുട്ടിമിൽ നിന്ന് ശ്രദ്ധയോടെ അത്യുച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയിരുന്നുകൊണ്ട് സിംഹങ്ങൾ പോലും, ബാലസിംഹങ്ങളെ പോലും ദൈവം അദ്ദേഹത്തിന് കീഴാക്കി കൊടുത്തു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ചുറ്റും വന്ന് കിടന്ന് തണുത്ത് കിടക്കുന്ന മഞ്ഞരാത്രിയിൽ അദ്ദേഹത്തിന് ചൂടേകി കൊടുത്തു സിംഹങ്ങൾ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കണം. ഈ ലോകത്തിന്റെ അശുദ്ധിക്ക് വേണ്ടി പോകരുത്. ഇവിടുത്തെ കോമാളി വേഷങ്ങൾ കണ്ട്, കോമാളി വേഷങ്ങൾ ധരിച്ച്, അശ്ലീലമായ വസ്ത്രങ്ങൾ ധരിച്ച് വരുന്നവരുടെ പുറകെ നീ പോയി നിന്റെ ജീവിതം നീ തകർത്ത് കളയരുത്. ശ്രോതാവേ, നീ ദൈവത്തിന്റെ മകനാ, നീ ദൈവത്തിന്റെ മകളാ. നിന്റെ വീണ്ടെടുപ്പിന്റെ വില നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ അശുദ്ധമായതിന്റെ പുറകെ പോയി നിത്യമായി നരകത്തിലേക്ക് പോകാതെ നീ കർത്താവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചുകൾ എന്ന് പറഞ്ഞാൽ, നിന്നെ അനുഗമിക്കുന്ന, നിന്റെ മനസ്സിനെ വേട്ടയാടുന്ന എല്ലാ അശ്ലീലമായ ഇതുപോലെയുള്ള ശക്തികളെ, സാത്താന ശക്തികളെ നീ മെതിച്ച് കളയണം. ഹല്ലേലൂയ. സകലത്തെ നീ മെതിച്ച് കളയണം. എന്താണ് കേരളം? ഹല്ലേലൂയ. നടക്കാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ ആർക്കാണ് നീതിയുള്ളത്? ആർക്കാണ് നീതി കിട്ടുന്നത്? ഇവിടുത്തെ ഹല്ലേലൂയ ദുർനടപ്പുകാർക്ക്, ഇവിടുത്തെ അശ്ലീലമായ ജീവിതം, നഗ്ന വേഷം ധരിക്കുന്നവർക്കും അല്ലേ ഇവിടെ നീതിയുള്ളത്? നീതിയോടെ ജീവിക്കുന്നവന് ഇവിടെ യാതൊരു വിലയുമില്ല. എന്നാലും
നീ ദൈവത്തിന്റെ നീതിയോടെ ജീവിക്കണം. അതിന്റെ ഒരു ജനഭാഗം നിർത്തുക. ഇവിടെ ദൈവത്തിന് ഫലം ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ശത്രുക്കളെയും അല്ലെങ്കിൽ അവൻ ഇടയ്ക്കുന്നു. വീണ്ടും നമ്മൾ 37 സംഘത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 23 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. ഇപ്പൊ സദൃശവാക്യം നമ്മൾ വായിച്ചതും ഇവിടെ സങ്കീർത്തനം വായിക്കുന്നതും 2 വാക്യങ്ങളുടെ ഏകദേശം താരതമ്യ. ഒരുത്തിന്റെ വഴി യഹോവയ്ക്ക് പ്രസാദമായിരിക്കും, അവരുടെ ശത്രുക്കളെ യഹോവ ഇണക്കുന്നെന്ന് ഒരു സദൃശവാക്യത്തിൽ വായിച്ചപ്പോൾ നമ്മുടെ സങ്കീർത്തനത്തിലേക്കും 37 അല്ലെങ്കിൽ 3 വാക്യം, ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ, ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നുമ്പോൾ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം, ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. അത് എന്നെ കേൾക്കുന്നവരെ, നിങ്ങളെ ക്രിസ്തുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറച്ചു വെക്കണം. എപ്പോഴും ക്രിസ്തുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കണം. അവൻ നിങ്ങൾക്ക് വേലി കെട്ടി സൂക്ഷിക്കുന്ന അവന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്, അവന്റെ ഉള്ളംകരങ്ങളിലാണ് നീ എന്നുള്ള ചിന്ത നിനക്കുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ഒരു ശക്തികൾക്കും ഒരു ബാലസിംഗും പെരുമ്പാവിനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ അവന്റെ രക്തക്കോട്ടയ്ക്കുള്ളിലായിരിക്കണം. ഹല്ലേലൂയ. നിനക്ക് ചുറ്റും ദൈവം അഗ്നിമതിലായിരിക്കും. അത്യുന്നതന്റെ മറവിൽ വസിക്കാൻ നിനക്ക് കഴിയണം. സർവശക്ത നിലകളിൽ പാർക്കണം. യഹൂദ ഗോത്ര സിംഹമായിരിക്കുന്ന കർത്താവ് നിനക്ക് സംരക്ഷകനായിരിക്കണം. രക്തം ചെയ്യാം. ഈ ലോകത്തിന്റെ പാപങ്ങളിലേക്ക് വീണുപോകാതെ മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാൻ, ദൈവ സാന്നിധ്യം ജീവിക്കാൻ വേണ്ടി ഹല്ലേലൂയ നീ ദൈവത്തോട് ചേർന്നിരിക്കുക. അതുകൊണ്ടാണ് എബ്രായലേഖനം 4:16 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. രക്തം ചെയ്യും. അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, ദൈവം നിന്നെ വിടിവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കഷ്ടങ്ങൾ വിടിവിക്കുക, സങ്കടങ്ങളും വ്യാധികളിൽ കിഴിയിൽ നിന്ന് നീ കടന്നു പോകുന്ന അശ്ലീലമായ സാഹചര്യം, നിന്നെ വശീകരിക്കുന്ന സാത്താന്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിടിവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം നിനക്ക് നേരെ ബാലസിംഹം പോലും സ്വതന്ത്രം പെരുമ്പാമ്പ് പോലും വരും. അവിടെ നിന്ന് നിനക്ക് കൂടി രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷെ നിനക്ക് എന്നെ വ്യതിച്ച് കളയാൻ കഴിയും. അതിന് ദൈവകൃപ ആവശ്യമാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ദുഃഖത്തിന്റെ നിലയിലാണ് കടന്നു പോകുന്നത്. ദൈവം നിനക്കൊരു ഈ 2 വാഗ്ദത്തങ്ങൾ നിനക്ക് തരും. ഒന്ന് നീ ചവിട്ടും, 2 നീ വ്യതിച്ച് കളയും. ഈ പ്രാർത്ഥനയോടെ സാധു സുഖസിംഗിനെ പോലെ നിൽക്കുന്നെങ്കിൽ ദൈവം നിന്നിലൂടെ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തെ ഉയർത്താൻ ആഗ്രഹിക്കുക. ആരെങ്കിലും ഭാരപ്പെട്ട് മനക്കലങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് കണ്ണുകൾ അടച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വര പിതാവി, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തിന് കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 29 സംസ്ഥാന 7 കേന്ദ്രങ്ങളായി 6 ലക്ഷം ഗ്രാമങ്ങളായി 140 കോടി ജനത, 7 ഭൂഖണ്ഡങ്ങളെ കർത്താവ് ദൈവരങ്ങൾ ഏൽപ്പിക്കും. 800 കോടി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥന, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഓപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളെ ഭരിക്കുന്നവരെ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ, രാഷ്ട്രപിതാക്കന്മാർ, കർത്താവ് പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, കർത്താവിനോട് ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന സൈന്യത്തിനായി, സൈന്യത്തെ പ്രദാനം ചെയ്യുന്ന എല്ലാ മേഖലയിലും, BSF CRPFിനായി, ക്രമസമാധാന പാലന രംഗത്തും, കർത്താവ് നിർമ്മാണ രംഗത്തും, രഹസ്യാന്വേഷണങ്ങളിൽ, പോലീസിന്റെ ജുഡീഷ്യൽ വിവിധ ഭാഗങ്ങളിലായിരിക്കും, സഹകരണ മേഖല, പുതുമയിലായിരിക്കും, സാമ്പത്തിക മേഖലയിൽ, കർത്താവ് ബാങ്കിങ് മേഖലയായിരിക്കും, എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ ഭാരതത്തിലാണ് എല്ലാ അധികാര കേന്ദ്രങ്ങളും. അപ്പോൾ ലോക രാജ്യങ്ങളുടെ ഉന്നതാധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന സകല ഭരണാധികാരികളെയും, എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക, ചരിത്ര, മാധ്യമ, മീഡിയ രംഗം, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ അടക്കമുള്ളവരെ, എല്ലാ ഭരണനിഷ്ഠ പാർട്ടികളെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കരയിലും കടലും ആകാശമാർക്കും വാഹനത്തിൽ യാത്ര വാഹന സെയിൽസ് ചെയ്യുന്നവർക്കായി, കടലോരവാസികൾ, തീരദേശവാസി, മത്സ്യബന്ധനം കടന്നുപോയിരിക്കുന്നവർ, സമുദ്രത്തിലെ ആളുകൾ, കനികളിലും കമ്പനികളും ഒക്കെ ജോലി ചെയ്യുന്നവർ, ചെറുതും വലുതും എല്ലാ വ്യാപാരി വ്യവസായികളെ, എല്ലാ വഴിയോടെ കച്ചവടക്കാരെയും, എല്ലാ കൺസ്ട്രക്ഷൻ മെക്കാനിക്കും, മോട്ടോർ യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുമേഖലയിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുക. എന്റെ ടാക്സി ഡ്രൈവേഴ്സിനെ ഞങ്ങൾ ദൈവങ്ങൾ, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥി. വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി ജോലി ചെയ്യുന്നവർ, കഷ്ടം സഹിക്കുക, വേദനയ്ക്ക് വിസ നഷ്ടപ്പെട്ടവർ, പാസ്പോർട്ട് നഷ്ടപ്പെട്ട, നാട്ടിൽ കടന്നു ഭാരം വളരാതി കഷ്ടം സഹിക്കുന്നവർ, വിദേശ രാജ്യത്തിൽ ചെന്ന് മദ്യത്തിന് മൈക്ക് അടിമപ്പെട്ടവർ, ജയിലിൽ കിടക്കുന്നവർ, കർത്താവിയൊക്കെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ശൈശവത്തിലും ബാല്യത്തിൽ
കന്യാകുമാരി യൗവനത്തിൽ വാർന്നിരാൻ വൃദ്ധാശ്രമയാചർ ഓർഫണേജുകളുടെ ജീവിത തടവറയിലായിരിക്കാം. വ്യാധിയാൽ, ഭാരങ്ങൾ, കടക്കടിയാൽ ജപ്തി നടപടി നേടുന്ന ചില വ്യക്തികൾക്ക് എല്ലാം ദൈവം വിടുതൽ കൊടുക്കണമേ. ഹല്ലേലൂയ. മക്കളെ കുറിച്ച് ഭാരപ്പെടും, തലമുറയില്ലാതെ ഭാരം, വിവാഹം, കുഞ്ഞുങ്ങൾ, എല്ലാം കുടുംബജീവിതം തകർന്ന് ഡൈവേഴ്സ് കേസുമായി കോടതിയിൽ കെട്ടിക്കിടക്കുന്ന ആയിരക്കണക്കിന് കേസിന് പേരും ദൈവത്തിന്റെ നീതി വെളിപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവരുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ. മക്കളുടെ ഭാവി ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. സ്തോത്രം. വലിയ ശത്രുക്കളുടെ ആരവാരം മുതൽ തല ഉയർത്തും കഴിയാതെ ഭാരപ്പെടുന്നുണ്ട്. അവർക്കെല്ലാം ദൈവം വിടുതൽ കൊടുക്കണമേ. മാരകമായ രോഗത്താൽ ഭാരപ്പെടും, ജന്മനാ വൈകല്യമുള്ളവർ, ആയുസ്നടിപ്പെട്ട് കിടക്കുന്നു, എല്ലാം ഞങ്ങൾ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വേലയെ സ്നേഹിച്ച് ദേശത്തും വിദേശത്തും ഒക്കെ കടന്ന് ശുശ്രൂഷിക്കുന്ന കർത്താവ് ദാസിദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കഷ്ടങ്ങൾ, വേദന, ദുഃഖങ്ങളിൽ ദൈവ സാന്നിധ്യം കൂടിയിരിക്കുന്നതായി ദൈവങ്ങളെ കർത്താവ്. വിവിധ വ്യാധികളാലും വിവിധ മാനസികമായി തകർന്നിരിക്കുന്നവരുണ്ട്. അവരെല്ലാം പിടിപ്പിക്കണം. ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചവർക്ക് എല്ലാം സൗഖ്യം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ കർത്താവ് ജനത്തിന്റെ ദൈവ സാന്നിധ്യം വഹിക്കണമേ. സകലമേ ദൈവം കൂടെ പ്രത്യേകിച്ച് തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ വെറുപ്പത്തിലേക്ക് അകപ്പെട്ടു പോകാതെ ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ മെതിച്ചു കളയുന്ന ദൈവിക വാക്തത്വം ഏറ്റെടുത്തുകൊണ്ട് തലമുറകൾക്ക് അതിൽ രക്ഷ പ്രാപിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകലത്തിന്റെയും നീതി വെളിപ്പെടണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.